കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെക്കുറിച്ച് മത്സരഫലങ്ങൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒന്നാണ്. അവസാനമായി കളിച്ച 3 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു. ISLന്റെ രണ്ടാം ഘട്ടം പുനരാരംഭിച്ച് ആദ്യ മത്സരത്തിൽ ഒഡീഷ FC 1-നെതിരെ 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി. ഇതോടെ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 14 മത്സരങ്ങളിൽ നിന്നും 30 പോയിന്റുള്ള ഒഡീഷ FC ആണ് 1-ാം സ്ഥാനത്ത്. 11 മത്സരങ്ങളിൽ നിന്ന് 27 പോയിന്റുള്ള FC ഗോവയാണ് 2-ാം സ്ഥാനത്ത്. 13 മത്സരങ്ങളിൽ നിന്നും 26 പോയിന്റുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് 3-ാം സ്ഥാനത്തും 12 മത്സരങ്ങളിൽ നിന്ന് 22 പോയിന്റുള്ള മുംബൈ സിറ്റി 4-ാം സ്ഥാനത്തും 11 മത്സരങ്ങളിൽ നിന്ന് 20 പോയിന്റുള്ള മോഹൻ ബഗാൻ 5-ാം സ്ഥാനത്തുമാണ്. നിലവിൽ ഈ 5 ടീമുകൾ തമ്മിലാണ് പ്രധാനമായും 1-ാം സ്ഥാനം നേടി ഷീൽഡിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഒരു കിരീടം പോലും നേടാൻ കഴിയാത്ത ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ലക്ഷ്യം ആദ്യ സ്ഥാനം നേടി ഷീൽഡ് സ്വന്തമാക്കുക എന്നത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലെ പരാജയം ക്ലബിന് തിരിച്ചടിയായിട്ടുണ്ട്. ഇനി ഷീൽഡ് പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിന് സജീവമാകണമെങ്കിൽ ടീം വിജയിക്കുന്നതിനോടൊപ്പം എതിരാളികളുടെ പതനം കൂടി ആശ്രയിച്ചിരിക്കും. പ്രധാനമായും വരുന്ന 2-3 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് വിജയം ഉറപ്പിക്കണം. പഞ്ചാബ് FC, ചെന്നൈയിൻ FC ഗോവ എന്നിവരാണ് വരുന്ന 3 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഈ മത്സരങ്ങളിൽ മുഴുവൻ പോയിന്റുകളും ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ സാധിക്കണം. ഇതിൽ FC ഗോവയുമായുള്ള മത്സരമാകും ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളി ഉയർത്തുക. ഇതോടൊപ്പം സംഭവിക്കേണ്ട മറ്റൊരു കാര്യം ഗോവയും ഒഡീഷയും തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിക്കുക എന്നുള്ളതാണ്. പോയിന്റ് ഷെയർ ചെയ്യുന്നത് വഴി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സിനാണ്. അതുപോലെ 14-ാം തീയതി നടക്കുന്ന ഗോവ മോഹൻ ബഗാൻ പോരാട്ടത്തിൽ മോഹൻ ബഗാൻ വിജയിക്കണം. ഇതും ബ്ലാസ്റ്റേഴ്സിന് ഷീൽഡ് പോരാട്ടത്തിൽ സജീവമാക്കാൻ സഹായിക്കും. ഇതുകൊണ്ട് മാത്രമൊന്നുമായില്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു ടൈറ്റ് കോമ്പറ്റീഷനിൽ എത്താൻ കഴിയുമെന്ന് മാത്രം. എന്താല്ലേ, ബ്ലാസ്റ്റേഴ്സ് ജയിക്കണമെന്ന് മാത്രമല്ല മറ്റു മത്സരങ്ങളിൽ നമുക്ക് മുന്നിലുള്ള ടീമുകൾ തോൽക്കണമെന്ന് കൂടി ആഗ്രഹിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.